നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അറിയിച്ചു. മാർച്ച് 5-ന് ആരംഭിച്ച് 30-ന് SSLC പരീക്ഷ അവസാനിക്കും. ഹയർ സെക്കൻഡറി പരീക്ഷയും മാർച്ച് ആദ്യവാരം ആരംഭിക്കും. തപാൽ RMS ഓഫീസുകൾ അടച്ചുപൂട്ടുന്ന നടപടികൾ ഉടൻ നിർത്തിവെക്കണമെന്ന് അതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് രാപ്പകൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റീഗ രാജു സമരപരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് സഹകരണ സംഘത്തിന്റെ പുതിയ ഓഫീസിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. വാട്ടർ അതോറിറ്റിയുടെ ആലിശ്ശേരി ക്യാമ്പസിലാണ് പുതിയ ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ത്രികോണ മത്സരമായിരിക്കുമെന്ന് BDJS സംസ്ഥാന ഉപാധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ജില്ലയിൽ 35.5 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കുന്ന അഗ്രികൾച്ചറൽ കോംപ്ലക്സിന്റെ നിർമ്മാണ ഉദ്ഘാടനം സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് നിർവഹിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇത് സംബന്ധിച്ച് ചേർന്ന ആലോചനാ യോഗം അമ്പലപ്പുഴ MLA സലാം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അറിയിച്ചു. മാർച്ച് 5-ന് ആരംഭിച്ച് 30-ന് SSLC പരീക്ഷ അവസാനിക്കും. ഹയർ സെക്കൻഡറി പരീക്ഷയും മാർച്ച് ആദ്യവാരം ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അറിയിച്ചു. ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന നടപടികൾ ഇപ്പോൾ ഗൗരവത്തോടെ പൂർത്തിയാക്കി വരികയാണ്. SSLC പരീക്ഷ മാർച്ച് 5-ന് ആരംഭിച്ച് 30-ന് അവസാനിക്കും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളും മാർച്ച് ആദ്യവാരം ആരംഭിച്ച് മാസാവസാനത്തോടെ പൂർത്തിയാക്കും. SSLC +2 പരീക്ഷകൾ രാവിലെ 9:30-നും +1 പരീക്ഷകൾ ഉച്ചയ്ക്ക് 1:30-നുമാണ് ആരംഭിക്കുക. ഇത്തവണ 4.25 ലക്ഷം വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതും. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 9 ലക്ഷത്തോളം കുട്ടികളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 53,000-ഓളം വിദ്യാർത്ഥികളും പരീക്ഷാ ഹാളിലേക്ക് എത്തും. ഫെബ്രുവരി 18 മുതൽ 20 വരെയാണ് മോഡൽ പരീക്ഷകൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിനായുള്ള ചോദ്യപേപ്പർ ഇതിനോടകം തന്നെ തയ്യാറായിട്ടുണ്ട്. പരീക്ഷ നടത്തിപ്പിനായി ജില്ലാതലത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗങ്ങളും ചേരുന്നുണ്ട്. ഉദ്യോഗസ്ഥ സ്ക്വാഡുകൾ പരീക്ഷാ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് സൗകര്യങ്ങൾ വിലയിരുത്തും. ചീഫ് സൂപ്രണ്ടുമാരുടെ നിയമന നടപടികളും ഇതിനോടകം പൂർത്തിയായതായും അധികൃതർ വ്യക്തമാക്കി. രഹസ്യ സ്വഭാവം സൂക്ഷിച്ചാണ് ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത്. 3-4 സെറ്റ് ചോദ്യങ്ങളിൽ നിന്ന് അധികൃതർ തിരഞ്ഞെടുക്കുന്ന സെറ്റാവും പരീക്ഷയ്ക്ക് നൽകുക. ദേശസാൽകൃത ബാങ്കുകളിലും സർക്കാർ ട്രഷറികളിലും സൂക്ഷിക്കുന്ന ചോദ്യപേപ്പർ പരീക്ഷാ ദിവസം അതാത് കേന്ദ്രങ്ങളിൽ എത്തിക്കും. ചീഫ് സൂപ്രണ്ട്, ഡെപ്യൂട്ടി സൂപ്രണ്ട്, ഇൻവിജിലേറ്റർ എന്നിവരുടെ സാന്നിധ്യത്തിലാവും ഇവ തുറക്കുക. പരീക്ഷയ്ക്ക് ശേഷമുള്ള മൂല്യനിർണ്ണയത്തിനായുള്ള ക്യാമ്പുകൾ ഇതിനോടകം നിശ്ചയിച്ചു കഴിഞ്ഞു. ഏപ്രിൽ 7 മുതൽ 25 വരെയാണ് മൂല്യനിർണ്ണയം നടക്കുക. മെയ് 8-ന് SSLC ഫലം പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. +2 ഫലം മെയ് 22-ഓടെ പുറത്തുവിടുമെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. തപാൽ RMS ഓഫീസുകൾ അടച്ചുപൂട്ടുന്ന നടപടികൾ ഉടൻ നിർത്തിവെക്കണമെന്നതുൾപ്പെടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് രാപ്പകൽ സത്യാഗ്രഹം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റീഗ രാജു സമരപരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. തപാൽ RMS ഓഫീസുകൾ അടച്ചുപൂട്ടുന്ന നടപടികൾ ഉടൻ നിർത്തിവെക്കുക, അടച്ചുപൂട്ടിയവ ഉടൻ പുനഃസ്ഥാപിക്കുക, അശാസ്ത്രീയവും വികലവും അപ്രാപ്യവുമായ ബിസിനസ് ടാർഗറ്റുകൾ അടിച്ചേൽപ്പിക്കുന്നത് അവസാനിപ്പിക്കുക, ബിസിനസിന്റെ പേരിലുള്ള എല്ലാവിധ പീഡനങ്ങളും അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് രാപ്പകൽ നിരാഹാര സത്യാഗ്രഹം സംഘടിപ്പിച്ചു. പോസ്റ്റൽ ജോയിന്റ് കൗൺസിൽ ഓഫ് ആക്ഷൻ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ NFPE, FNPO, AIGDSU, NUGDS എന്നീ സംഘടനകളുടെ സഹകരണത്തോടെയാണ് രാപ്പകൽ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന് സമീപം ഡിവിഷൻ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റീഗ രാജു ഉദ്ഘാടനം ചെയ്തു. സാധാരണ ഇപ്പം നാടിന്റെ വികസനത്തിനനുസരിച്ച് ഇതിന്റെ വികസന പ്രവർത്തനങ്ങളെ കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി എല്ലാ വകുപ്പുകളിലും വരുത്തുന്ന മാറ്റങ്ങൾ, അതിന്റെ ഭാഗമായിട്ടാണ് പോസ്റ്റൽ വകുപ്പിലും ഇപ്രകാരം ഒരു മാറ്റം വരുത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ദൃഷ്ടിയിൽ അപ്രകാരം ഒരു കാര്യം കാണാൻ സാധിക്കുന്നില്ല. കാരണം ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സേവനങ്ങൾ, അതിന് യാതൊരു വിധമായ മറ്റൊരു സേവന മാർഗവും ലഭ്യമല്ലാതെ ഒരു സേവനം ഇല്ലാതാക്കുന്ന ഒരു നടപടി ഒരിക്കലും ഒരു കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ചും അടിസ്ഥാനപരമായ ജനവിഭാഗങ്ങൾ ആശ്രയിച്ചിരുന്ന സേവന മേഖല. നമുക്കറിയാം, ഇതിനെ തുടച്ചു മാറ്റാൻ തക്കതായ ഒരു വലിയ വികസന പന്താവിലേക്കൊന്നും നമ്മുടെ രാജ്യം കടന്നുപോയിട്ടില്ല. വികസനങ്ങൾ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. ആ വികസനങ്ങൾ നടക്കുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും താഴെത്തട്ടിൽ
ഏറ്റവും താഴെത്തട്ടിലുള്ള ജനവിഭാഗം ആശ്രയിക്കുന്നതിനെ സംരക്ഷിച്ചും നിലനിർത്തുവാനും അവർക്ക് മറിച്ചൊരു സേവനം പൂർണ്ണമായും ഇതേ തോതിൽ ലഭ്യമാകുന്നു എന്ന് ഉറപ്പാകുന്ന നിമിഷം മാത്രമേ ആ സേവനം അവരിൽ നിന്ന് നീക്കം വേണ്ടി ചെയ്യാൻ പാടുള്ളൂ. തപാൽ RMS ഓഫീസുകൾ അടച്ചുപൂട്ടുന്ന കേന്ദ്ര നടപടി കോർപ്പറേറ്റുകളെ സഹായിക്കാനാണെന്ന് റീഗോ രാജു അഭിപ്രായപ്പെട്ടു. തപാൽ ഏകോപന സമിതി ചെയർമാൻ സുബിൻ കെ ടോം പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. AIPRPA പ്രസിഡന്റ് ജോസഫ് സേവ്യർ മുഖ്യപ്രഭാഷണം നടത്തി. B. അനസ്മോൻ, A. സാനു, P. പ്രഹ്ലാദൻ, ജോഷി തോമസ് എന്നിവർ സംസാരിച്ചു. തപാൽ ഏകോപന സമിതി കൺവീനർ KV വിഷ്ണുപ്രസാദ് യോഗത്തിന് സ്വാഗതവും PJ ബെഞ്ചമിൻ നന്ദിയും പറഞ്ഞു. ഏകദിന ബിസിനസ് ടാർജറ്റുകൾ നിർത്തിവെക്കുക, റോസ്ഗാർ മേള, കേരാപെക്സ് എന്നിവയുടെ പേരിലുള്ള ലക്ഷ്യങ്ങളുടെ ധൂർത്ത് അവസാനിപ്പിക്കുക, സംഘടനാ പ്രവർത്തകർക്കെതിരെയുള്ള പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങളും രാപ്പകൽ സത്യാഗ്രഹ സമരത്തിൽ ഭാരവാഹികൾ ഉന്നയിച്ചു. വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് സഹകരണ സംഘത്തിന്റെ പുതിയ ഓഫീസിന്റെ പ്രവർത്തനത്തിന് ആലപ്പുഴയിൽ തുടക്കമായി. വാട്ടർ അതോറിറ്റിയുടെ ആലുശ്ശേരി ക്യാമ്പസിലാണ് പുതിയ ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് സഹകരണ സംഘം നമ്പർ A1024 പുതിയ ഓഫീസിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. വാട്ടർ അതോറിറ്റിയുടെ ആലുശ്ശേരി ഓഫീസ് ക്യാമ്പസിലാണ് പുതിയ ഓഫീസ് പ്രവർത്തിക്കുക. അമ്പലപ്പുഴ MLA H. സലാം പുതിയ എംപ്ലോയീസ് സഹകരണ സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ എംപ്ലോയീസിന് സർവീസ് കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയും. നിശ്ചയമായി നമ്മുടെ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏത് സംഘത്തിൻ്റെയും പ്രധാനപ്പെട്ട ഭാഗം സാമ്പത്തികമായ അച്ചടക്കമാണ്. അത് നന്നായി പാലിച്ചു പോകുന്ന സംഘമാണ്. അതെല്ലാ സന്ദർഭത്തിലും ഓരോ നിമിഷത്തിലും ആ സാമ്പത്തിക അച്ചടക്കം പാലിച്ച് അംഗങ്ങളായ ജീവനക്കാർക്ക് അതിൻ്റെ പരിപൂർണമായ സർവീസ് കൊടുക്കാൻ പറ്റുന്ന നിലയിലേക്ക് കൂടുതൽ മെച്ചപ്പെട്ട നിലയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. സംഘം പ്രസിഡന്റ് പ്രമോദ് ജസ്ധരൻ ചടങ്ങിൽ അധ്യക്ഷനായി. കായ് കോർപ്പറേഷൻ ചെയർമാൻ G. വേണുഗോപാൽ, അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ പ്രീതി ജയശങ്കർ, അമ്പലപ്പുഴ AR ഓഫീസ് യൂണിറ്റ് ഇൻസ്പെക്ടർ CA ലിജി, PH ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദിലീപ് ഗോപാൽ, പ്രോജക്ട് മാനേജർ S. സുനിൽ, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ BS ബെന്നി, TP രാജിമോൾ, VV ഷൈജു, KC സഞ്ജീവ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിനോ മെറിൻ ജോൺ, H. അബ്ദുള്ള കോയ, CR പ്രസാദ് എന്നിവർ സംസാരിച്ചു. സംഘം സെക്രട്ടറി B. സുമേഷ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ത്രികോണ മത്സരമായിരിക്കുമെന്ന് BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു ത്രികോണ മത്സരം ആയിരിക്കുമെന്ന് BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. നേരത്തെ ഇവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെ ത്രികോണ മത്സരമെന്ന് പറയാൻ പോലും മാധ്യമങ്ങളടക്കം തയ്യാറായിട്ടില്ല. എന്നാൽ ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായി എന്നും ഇപ്പോൾ സംസ്ഥാനത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ എല്ലാം തന്നെ ത്രികോണ മത്സരമായിട്ടാണ് ജനം കാണുന്നതെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. എയിംസ് തരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആദ്യം ചെയ്യേണ്ടത് അവിടെ കേരള സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതായത് 200 ഏക്കർ സ്ഥലം 4 ലൈൻ ട്രാഫിക് ഉള്ള സ്ഥലം കൊടുക്കണം. നമ്മൾ സ്ഥലം കൊടുത്തിട്ടില്ല. ഈ പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇത് പറയുന്ന ഓരോ കാര്യം നമുക്ക് ചെയ്ത് കിട്ടണമെങ്കിൽ അത് ഇന്ത്യ ഗവൺമെന്റ് നോംസ് ഉണ്ട്. ആ നോംസ് ബേസ് ചെയ്യാൻ നമ്മൾ നിൽക്കട്ടെ. അതല്ലാതെ എയിംസ് കിട്ടിയില്ല പറഞ്ഞിട്ട് കാര്യം. നമുക്കൊരു 200 ഏക്കർ സ്ഥലം, ഒരു കാര്യം 200 ഏക്കർ സ്ഥലം നിങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ നിന്ന് ഒരു ആരുടെയും പുറകെ പോകണ്ട, എനിക്കൊന്ന് വാങ്ങിച്ചതാ. ഈ പറയുന്ന ആ നോംസ് കണ്ടീഷൻ ഞാൻ കേരളത്തിലെ മാധ്യമത്തിന് തരാം. ആ മാധ്യമങ്ങൾ മുഴുവൻ നിങ്ങൾ ഈ പറയുന്ന ആ നോംസ് ഫുൾഫിൽ ചെയ്ത ഒരു സ്ഥലം തന്നാൽ നിങ്ങൾ പറയുന്ന സമയത്ത് സാധനം. മാത്രമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതാണ്ട് 20ഓളം സീറ്റുകൾ NDA ജയിക്കാൻ സാധ്യതയുണ്ടെന്നും ഒരു മുന്നണിക്ക് മാത്രം ഒറ്റയ്ക്ക് ഭരണം നേടാൻ പറ്റാത്ത സാഹചര്യമാണിന്ന് സംസ്ഥാനത്തുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ കഴിഞ്ഞ് ഞങ്ങളൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, ഒരു ത്രികോണ മത്സരം എന്ന് പോലും മാധ്യമങ്ങൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. കേരളത്തിലെ ജനത തയ്യാറായിരുന്നില്ല. ആ അവസ്ഥ മാറി ഇന്ന് ത്രികോണ മത്സരം വളരെ ശക്തമാണെന്ന് എല്ലാവരും സമ്മതിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇന്ന് ശക്തമായി NDA മത്സരിച്ചാൽ ഏതാണ്ട് ഒരു 10-20 സീറ്റുകൾ വരെ ഈസിയായി ജയിക്കാൻ പറ്റുന്ന സാധ്യതയുണ്ട്. അത് തന്നെ ഒരു കക്ഷിക്ക് ഒരു ഏതെങ്കിലും മുന്നണിക്ക് മാത്രം അധികാരത്തിൽ വരാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെന്നുള്ള കാര്യം പല സർവേകളിൽ പോലും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നണി തന്നെയാണ് ഇന്ന് NDA കേരളത്തിലുള്ള കാര്യം ശക്തമാണ്. എയിംസ് തരുന്നതിൽ കേന്ദ്ര സർക്കാരിന് യാതൊരു തടസ്സവുമില്ല. 200 ഏക്കർ സ്ഥലം അടക്കം നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറായാൽ കേന്ദ്ര നിയമങ്ങൾ അനുസരിച്ച് കേരളത്തിലും എയിംസ് ഉണ്ടാകുമെന്നും തുഷാർ വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു.
ജില്ലയിൽ 35.5 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കുന്ന അഗ്രികൾച്ചറൽ കോംപ്ലക്സിന്റെ നിർമ്മാണോദ്ഘാടനം സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ പറഞ്ഞു. ഇത് സംബന്ധിച്ച് ചേർന്ന ആലോചനാ യോഗം അമ്പലപ്പുഴ MLA എച്ച് സലാം ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ അഗ്രികൾച്ചർ കോംപ്ലക്സ് ഒരുങ്ങുന്നു. 35.5 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കുന്ന കോംപ്ലക്സിന്റെ നിർമ്മാണോദ്ഘാടനം ഈ മാസം 18-ന് വൈകിട്ട് 4 മണിക്ക് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിക്കും. പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ കളർകോട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം ആത്മാ ഓഫീസിനോട് ചേർന്നാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് അഗ്രികൾച്ചറൽ കോംപ്ലക്സ് ആൻഡ് സെൻട്രലൈസ്ഡ് ബിൽഡിംഗ് ഫോർ ഓൾ അഗ്രികൾച്ചറൽ ആൻഡ് അലൈഡ് സർവീസ് എന്ന സ്ഥാപനം 2 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ നടപടിയായത്. നബാർഡിന്റെ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്നാണ് കോംപ്ലക്സിന് ആവശ്യമായ പണം അനുവദിച്ചു നൽകിയത്. റീജിയണൽ സോയിൽ അനലിറ്റിക്കൽ ലാബ്, സോയിൽ സർവേ, ജില്ലാ സോയിൽ ടെസ്റ്റിംഗ് ലാബ്, ഹോർട്ടികോർപ്പ് ഔട്ട്ലെറ്റ്, പുന്നപ്ര കൃഷിഭവൻ, മൊബൈൽ സോയിൽ ടെസ്റ്റിംഗ് ലാബ്, സമുദ്രനിരപ്പിന് താഴെയുള്ള കൃഷിക്കായി അന്താരാഷ്ട്ര പരിശീലന ഗവേഷണ കേന്ദ്രം, ജില്ലാ സോയിൽ കൺസർവേഷൻ ഓഫീസ്, കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫീസ്, സംസ്ഥാന വിത്ത് പരിശോധനാ കേന്ദ്രം, കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കൃഷി അഡീഷണൽ ഡയറക്ടർ കൊമേഴ്ഷ്യൽ ഏരിയ, ആഗ്മാർക്ക് ലാബ്, കുട്ടനാട് FM റേഡിയോ എന്നിവയാണ് ബഹുനില കോംപ്ലക്സ് മന്ദിരത്തിൽ പ്രവർത്തിക്കുക. കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം വിജയകരമാക്കുന്നതിനായി ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് നമ്മുടെ ഈ കടകോടി കേന്ദ്രത്തിലേക്ക് വരുന്നത്. അതിലെ ബഹുമാനപ്പെട്ട മന്ത്രിയും അതുപോലെ KLDCയുടെ ചെയർമാൻ, ഈ രണ്ടുപേരും ഈ സ്ഥാപനം ഇത് നിർമ്മിക്കാൻ വേണ്ടിയുള്ള ഫണ്ട് സമാഹരിച്ചെടുക്കുന്ന കാര്യത്തിൽ, അതിൻ്റെ സ്ഥലം ഇവിടെ തന്നെ കടകോട് തന്നെ സ്ഥാപിക്കുന്ന കാര്യത്തിൽ വളരെ വ്യക്തതയുള്ള തീരുമാനം എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിവിടെ ഈ സ്ഥാപനം ഇപ്പോൾ ലഭ്യമാകുന്നത്. അതിലെ ബഹുമാനപ്പെട്ട മന്ത്രി, അദ്ദേഹം വേണമെങ്കിൽ അദ്ദേഹം ചേർത്തല മണ്ഡലത്തിൽ സംസ്ഥാനത്തെ മന്ത്രിയാണെങ്കിലും പ്രതിനിധീകരിക്കുന്ന മണ്ഡലം ചേർത്തലയാണ്. വേണമെങ്കിൽ മന്ത്രിയുടെ മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് വേണേൽ ആലോചിക്കാതെ കാര്യമുള്ളൂ, സ്ഥലം സംഘടിപ്പിക്കും. പക്ഷെ അങ്ങനെയൊന്നും ആലോചിക്കാതെ ഇപ്പം തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട കുറച്ച് ഓഫീസുകൾ നിൽക്കുന്ന സ്ഥലം, കുട്ടനാടുമായി ഏറ്റവും ആക്സസ് ഉള്ള ഒരു പോയിന്റ്, ഏതാണ്ട് മധ്യമായി, ജില്ലയുടെ മധ്യമായി തന്നെ ഏറെക്കുറെ വരുത്താൻ പറ്റുന്ന ജില്ലാ കേന്ദ്രത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥലം. KLDC ചെയർമാൻ PV സത്യനേശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സിജോ ഫിലിപ്പ്, CA അരുൺകുമാർ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഇൻചാർജ് H ഷബീന, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സീന, ആലപ്പുഴ ADA ഷമീറ, KLDC പ്രോജക്ട് എഞ്ചിനീയർ S വിനോദ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പാർവതി, ആഗ്മാർക്ക് സോയിൽ ടെസ്റ്റിംഗ് ലാബ് പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അറിയിച്ചു. മാർച്ച് 5-ന് ആരംഭിച്ച് 30-ന് SSLC പരീക്ഷ അവസാനിക്കും. ഹയർ സെക്കൻഡറി പരീക്ഷയും മാർച്ച് ആദ്യവാരം ആരംഭിക്കും. തപാൽ RMS ഓഫീസുകൾ അടച്ചുപൂട്ടുന്ന നടപടികൾ ഉടൻ നിർത്തിവെക്കണമെന്ന് അതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് രാപ്പകൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റീഗ രാജു സമരപരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് സഹകരണ സംഘത്തിന്റെ പുതിയ ഓഫീസിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. വാട്ടർ അതോറിറ്റിയുടെ ആലിശ്ശേരി ക്യാമ്പസിലാണ് പുതിയ ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ത്രികോണ മത്സരമായിരിക്കുമെന്ന് BDGS സംസ്ഥാന ഉപാധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ജില്ലയിൽ 35.5 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കുന്ന അഗ്രികൾച്ചറൽ കോംപ്ലക്സിന്റെ നിർമ്മാണ ഉദ്ഘാടനം സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇത് സംബന്ധിച്ച് ചേർന്ന ആലോചനാ യോഗം അമ്പലപ്പുഴ MLA എച്ച് സലാം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.